ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ പ്ലാറ്റ്ഫോമിൽ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്ത തിരുവചന ഭാഗം അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 7-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം. 2 കൊരിന്ത്യർ 7-ാം അധ്യായം 1-ാം വാക്യം. പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളതുകൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളതുകൊണ്ട്. എന്താണ് വാഗ്ദത്തങ്ങൾ? 6-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് ചില കാര്യങ്ങൾ പറയുകയാണ്. അതിൻ്റെ രത്ന ചുരുക്കം എന്ന് പറയുന്നത്, എന്നിൽ വസിപ്പിൻ, ഞാൻ നിങ്ങളിലും വസിക്കും എന്ന് കർത്താവ് പറഞ്ഞ വാഗ്ദത്തമാണ്. ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും. ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവുമാകും. അപ്പോൾ ആ ഒരു വലിയൊരു വാഗ്ദത്തം, കർത്താവ് നമ്മിൽ വസിക്കുന്ന ഒരു വാഗ്ദത്തം, ആ വാഗ്ദത്തം കർത്താവ് നമുക്ക് തന്നിരിക്കുകയാണ്. അപ്പോൾ കർത്താവ് നമ്മിൽ വസിക്കണമെങ്കിൽ ദൈവഭയത്തിൽ വിശുദ്ധിയെ തികയ്ക്കണം. ദൈവഭയത്തിൽ വിശുദ്ധിയെ തികയ്ക്കുക. വിശുദ്ധിയെ തികയ്ക്കുക എന്ന് നമ്മൾ പാടാറുണ്ട്. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കുക, പ്രിയൻ വരവിൻ താമസമേറെയില്ല. പക്ഷെ എന്തുകൊണ്ട് നമുക്ക് വിശുദ്ധിയിൽ വളരുവാനായി കഴിയുന്നില്ല എന്ന് ചിന്തിച്ചാൽ അതിൻ്റെ ഏറ്റവും കാതലായ കാര്യം ദൈവ ഭയമില്ലായ്മയാണ്. ദൈവത്തെ ഭയമില്ല. ദൈവത്തെ ഭയപ്പെടണമോ? യേശു കർത്താവ് ദൈവഭയത്തെക്കുറിച്ച് പറയുമ്പോൾ ലൂക്കോസ് എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 5-ാം വാക്യത്തിൽ, ലൂക്കോസ് എഴുതിയ സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നു: ആരെ ഭയപ്പെടണം എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കൊന്നിട്ട് നരകത്തിൽ തള്ളിക്കളവാൻ അധികാരമുള്ളവനെ ഭയപ്പെടുവിൻ. അതെ, അവനെ ഭയപ്പെടുവിൻ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ആരെ ഭയപ്പെടണം എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്തിനാണ് അങ്ങനെ പറയേണ്ട ആവശ്യം? ഭയപ്പെടാൻ പാടില്ലാത്ത പലതിനെയും മനുഷ്യൻ ഭയപ്പെടുന്നു. പകൽ പറക്കുന്ന അസ്ത്രം, ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരി, ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരം, ഇവയെ പേടിപ്പാനില്ല എന്നാണ് ദൈവം തൻ്റെ മക്കളോട് പറയുന്നത്. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കുകയില്ല. യഹോവ ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും. പക്ഷെ മനുഷ്യൻ പലപ്പോഴും പ്രകൃതി ശക്തികളെ, പൈശാചിക ശക്തികളെ ഭയപ്പെടുന്നു. ദൈവത്തെക്കാൾ അധികം അവയെ ഭയപ്പെടുന്നു. അതുകൊണ്ടാണ് ഇവിടെ സ്പെസിഫിക്കായിട്ട് കർത്താവ് പറയുന്നത്, ആരെ ഭയപ്പെടണം എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കൊന്നിട്ട് നരകത്തിൽ തള്ളിക്കളവാൻ അധികാരമുള്ളവനെ ഭയപ്പെടുവീൻ. അതേ, അവനെ ഭയപ്പെടുവിൻ. ഇതേ കാര്യം തന്നെ മത്തായി സുവിശേഷകൻ എഴുതുമ്പോൾ, മത്തായി സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 28-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു. മത്തായി 12-ന്റെ 28-ൽ, മത്തായി 10-ന്റെ 28-ൽ, മത്തായി 10-ന്റെ 28-ൽ, ദേഹിയെ കൊല്ലുവാൻ കഴിയാതെ ദേഹത്തെ കൊല്ലുന്നവരെ ഭയപ്പെടേണ്ട. ദേഹിയെയും ദേഹത്തെയും നരകത്തിൽ നശിപ്പിപ്പാൻ കഴിയുന്നവനെ തന്നെ ഭയപ്പെടുവീൻ. ദേഹിയെ കൊല്ലുവാൻ കഴിയാതെ ദേഹത്തെ കൊല്ലുന്നവരെ ഭയപ്പെടേണ്ട. ദേഹിയെയും ദേഹത്തെയും നരകത്തിൽ നശിപ്പിപ്പാൻ, നമുക്കറിയാം നശിപ്പിപ്പാൻ എന്ന് പറയുമ്പോൾ അവിടെ യഥാർത്ഥത്തിൽ വരേണ്ട വേർഡ് ദണ്ഡിപ്പിക്കുവാനെന്നാണ്. കാരണം നിത്യദണ്ഡന സ്ഥലമാണ് നരകമെന്ന് പറയുന്നത്.
അല്ലാതെ മരിച്ച ശേഷം യഹോവ സാക്ഷിക്കാർ പറയുന്നത് പോലെ മരിച്ച ശേഷം ദൈവത്തിൻ്റെ മക്കളല്ലാത്തവർ പിന്നെ ഒന്നും അറിയുന്നില്ല എന്നാണ് അവർ പഠിപ്പിക്കുന്നത്. എന്നാൽ യേശു കർത്താവ് വളരെ വ്യക്തമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്, ഇടത്തുള്ളവർ അവർ നിത്യദണ്ഡനത്തിലേക്കും നീതിമാർ നിത്യജീവങ്കിലേക്കും പോകും. മത്തായി 25:46. അപ്പോൾ നിത്യദണ്ഡനമാണ്. അപ്പോൾ തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യദണ്ഡനം അനുഭവിക്കാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഇതാണ് അതിൻ്റെ കറക്റ്റ് ട്രാൻസ്ലേഷൻ. ഇന്ന് ദൈവത്തിൻ്റെ ഖണ്ഡിതമായ പല കാര്യങ്ങൾ വളരെ ലളിതമായി അത് വ്യാഖ്യാനിച്ച് ദൈവഭയമില്ലാത്തവരായി ഇന്നത്തെ സമൂഹത്തെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ദൈവം സ്നേഹവാനാണ്, ദൈവം ദയാലുവാണ്, ദൈവം കൃപാലുവാണ്. രക്ഷ എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ രക്ഷയാണ്, അത് വ്യക്തിഗതമായതല്ല. ഇതിനുള്ള പുതിയ നവീനമായ പല ദൈവശാസ്ത്രങ്ങളും ഇന്ന് ഉണ്ട്. എന്നാൽ നമ്മൾ ദൈവശാസ്ത്രത്തെ അവഹേളിക്കുന്നില്ല, പക്ഷേ ദൈവവചനത്തിനാണ് നാം പ്രാധാന്യം നൽകുന്നത്. അത് പല രീതിയിൽ പലർക്കും വ്യാഖ്യാനിക്കാം, പക്ഷേ വ്യാഖ്യാനങ്ങളെ വളരെ ജാഗ്രതയോടുകൂടെ നമ്മൾ കാണേണ്ടതാണ് എന്ന് നമ്മൾ അറിയണം. അപ്പോൾ ഇവിടെ ദേഹത്തെ കൊല്ലുന്നവരെ ഭയപ്പെടേണ്ട, ദേഹിയെ കൊല്ലുവാൻ കഴിയാതെ ദേഹത്തെ കൊല്ലുന്നവരെ ഭയപ്പെടേണ്ട, ദേഹത്തെയും നരകത്തിൽ ദണ്ഡിപ്പിപ്പാൻ കഴിയുന്നവനെ തന്നെ ഭയപ്പെടുവീൻ എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ദൈവത്തെ ഭയപ്പെടുക. അന്ത്യകാലത്ത് ഉണ്ടാകുന്ന വലിയൊരു അപകടം എന്ന് പറയുന്നത്, നമ്മൾ തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായത്തിൽ 1 മുതൽ നാം വായിക്കുന്നുണ്ട്. പക്ഷെ അത് മുഴുവൻ ഞാൻ വായിക്കുന്നില്ല. അതിൻ്റെ 5-ാമത്തെ വാക്യമാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരുന്നത്. 2 തിമോത്തിയോസ് 3-ാം അധ്യായം അതിൻ്റെ 1ഉം 5ഉം വാക്യങ്ങളാണ്. 2 തിമോത്തിയോസ് 3-ാം അധ്യായം അതിൻ്റെ 1ഉം 5ഉം. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്നറിയുക. 5-ാം വാക്യത്തിൽ പറയുന്നു, ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തി ത്യജിക്കുന്നവരായിരിക്കും. അങ്ങനെയുള്ളവരെ വിട്ട് ഒഴിയുക. നോക്കുക, ഒരു കോംപ്രമൈസും ഇല്ലാതെയാണ് വളരെ ഗൗരവമായി അന്ത്യകാലത്തെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് എഴുതിയിരിക്കുന്നത്. അന്ത്യകാലം എന്ന് പറയുന്നത് ദുർഘട സമയങ്ങളാണ്, പെറിലസ് ടൈംസ് എന്നാണ് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്നറിയുക. അന്ന് ദൈവസ്നേഹമില്ലാത്തവരായി, ദൈവപ്രിയമില്ലാതെ എന്ന് പറയുമ്പോൾ ദൈവസ്നേഹമില്ലാത്തവരായി ഭോഗപ്രിയരായി സുഖലോലുപതയോടുകൂടെ ജീവിക്കണമെന്ന ആഗ്രഹത്തോടുകൂടെ ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തി ത്യജിക്കുന്നവരുമായിരിക്കും. പരിശുദ്ധാത്മാവിനെ മാറ്റി നിർത്തുന്നവരായിരിക്കും. എന്നാൽ വേഷത്തിൽ ദൈവഭയമുള്ളവരെന്ന് തോന്നും. ദൈവഭയത്തിൻ്റെ ഒരു വേഷ സംവിധാനം മാത്രമേ ഉള്ളൂ. അത് ദൈവഭക്തിയുടെ ശക്തി അവരിലില്ല. നമുക്കറിയാം, യെശയ്യാ പ്രവചനത്തിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുമ്പോൾ യെശയ്യാ പ്രവചനം 11-ാം അധ്യായം അതിൻ്റെ 2ഉം 3ഉം വാക്യങ്ങൾ വളരെ ശ്രദ്ധേയമായ വാക്യമാണ്. യെശയ്യാ പ്രവചനം 11-ാം അധ്യായം അതിൻ്റെ 2ഉം 3ഉം വാക്യങ്ങൾ യേശുവിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. ഒരു പ്രവചനാത്മകമായി 1-ാമത്തെ വാക്യത്തിൽ ആ സൂചനയുണ്ട്. എന്താണ്? ഇശായിയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടി പുറപ്പെടും, അവൻ്റെ വേരുകളിൽ നിന്നുള്ള ഒരു കൊമ്പ് ഫലം കായ്ക്കും. ഇത് ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനമാണ്. അവൻ്റെ മേൽ യഹോവയുടെ ആത്മാവ് ആവസിക്കും. ആ ആവസിക്കുന്ന ആത്മാവിൻ്റെ പ്രത്യേകതയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ്, ആലോചനയുടെയും ബലത്തിൻ്റെയും ആത്മാവ്, പരിജ്ഞാനത്തിൻ്റെയും
യഹോവാ ഭക്തിയുടെയും ആത്മാവ് തന്നെ. യഹോവാ ഭക്തിയുടെയും ആത്മാവ് തന്നെ. ദൈവത്തെ ഭയപ്പെടുവാൻ നമ്മെ പഠിപ്പിക്കുന്ന ആത്മാവാണ് പരിശുദ്ധാത്മാവ്. പക്ഷെ വളരെ ദയനീയമെന്ന് പറയട്ടെ, പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് അവകാശപ്പെടുന്ന ബഹുഭൂരിപക്ഷം പേർക്കും ദൈവഭയം ഇല്ല എന്നതൊരു നഗ്ന സത്യമാണ്. ഇന്ന് സഭകളിൽ കാണുന്ന സഭാവിഭാഗ വ്യത്യാസമെന്നെ കാണുന്ന ഈ ദുരവസ്ഥയ്ക്ക് കാരണം ദൈവ ഭയമില്ലായ്മയാണ്. ആത്മാവുണ്ടെന്ന് പറയുന്നു, അത് ഏത് ആത്മാവാണെന്ന് വിവേചിക്കേണ്ടിയിരിക്കുന്നു. വാസ്തവമായി പരിശുദ്ധാത്മാവ് തന്നെയാണോ? വാസ്തവമായി സത്യത്തിൻ്റെ ആത്മാവ് തന്നെയാണോ? പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും വരാനിരിക്കുന്ന ന്യായവിധിയെക്കുറിച്ചും ബോധ്യം നൽകുന്ന ആത്മാവ് തന്നെയാണോ എന്ന് ഗൗരവമായി വിവേചിക്കേണ്ടിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. മനുഷ്യനെ ഭയപ്പെടുത്തുന്ന പ്രസ്താവനകൾ, മനുഷ്യനെ വിരട്ടുന്ന പ്രസ്താവനകൾ, ഇതൊക്കെ ഇന്ന് നമ്മൾ ദൈവദാസന്മാരെന്ന് പറയുന്നതിലൂടെ, നമ്മൾ മീഡിയാസിലൂടെ എല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വാസ്തവത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് അത് ദൈവത്തെ ഭയപ്പെടുവാൻ പഠിപ്പിക്കുന്നതാണ്. ദൈവദാസന്മാരെ ഭയപ്പെടുകയല്ല, ദൈവത്തെ ഭയപ്പെടുക. അതാണ് ആത്മാക്കളെക്കുറിച്ച് പറയുമ്പോൾ യോഹന്നാൻ പ്രത്യേകിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നോക്കുക, 1 യോഹന്നാൻ 4-ാം അധ്യായം 1-ാം വാക്യം. അവിടെ നമ്മളിങ്ങനെ വായിക്കുന്നു: പ്രിയമുള്ളവരെ, കള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കയാൽ ഏത് ആത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന് ശോധന ചെയ്യണം. എന്നിട്ട് അതിൻ്റെ 4-ഉം 5-ഉം വാക്യങ്ങൾ നമ്മളിങ്ങനെ വായിക്കുന്നു: കള്ളപ്രവാചകന്മാർ ലൗകികന്മാരാകയാൽ അവർ ലൗകികമായത് സംസാരിക്കുന്നു. ലോകം അവരുടെ വാക്ക് കേൾക്കുന്നു. ഞങ്ങളോ ദൈവത്തിൽ നിന്നുള്ളവരാകയാൽ എന്ന് പറഞ്ഞാൽ, ഞങ്ങളോ ദൈവത്താൽ ജനിക്കപ്പെട്ടവരാകയാൽ. ദൈവമക്കളെന്ന് പറയുന്നത് ദൈവത്താൽ ജനിക്കപ്പെട്ടവരാണ്, വീണ്ടും ജനനം പ്രാപിച്ചവർ. ഞങ്ങളോ ദൈവത്തിൽ നിന്നുള്ളവരാകയാൽ ദൈവത്തെ അറിയുന്നവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നു. അപ്പോൾ ദൈവത്തെ അറിയുക. ദൈവം ഭയപ്പെടുവാൻ യോഗ്യനാണ്. ദൈവം സ്നേഹമാണ്, ദൈവം ദീർഘക്ഷമയുള്ളവനാണ്, ദൈവം ദയയുള്ളവനാണ്, ദൈവം കരുണയുള്ളവനാണ്. എന്നാൽ ദൈവത്തെ നാം ഭയപ്പെടണമെന്നാണ് അത് യേശു കർത്താവ് തന്നെ പറഞ്ഞിരിക്കുന്നത്. ഭയപ്പെടേണ്ട എന്ന് 365 പ്രാവശ്യം ലീപ് ഇയറൂടെ കണക്കാക്കി 365 പ്രാവശ്യം വേദപുസ്തകത്തിൽ ഭയപ്പെടേണ്ട എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഭയപ്പെടേണ്ടവനെ ഭയപ്പെട്ടേ മതിയാകത്തുള്ളൂ. പിന്നെ അവിടെ പറയുകയാണ്, സത്യത്തിൻ്റെ ആത്മാവ് എന്തെന്നും വഞ്ചനയുടെ ആത്മാവ് ഏതെന്നും നമുക്കിതിനാൽ അറിയാം. സത്യത്തിൻ്റെ ആത്മാവുമുണ്ട്, വഞ്ചനയുടെ ആത്മാവുമുണ്ട്. ദൈവത്തെ ഭയപ്പെടാതെ മറ്റുള്ളവരെ ഭയപ്പെടുത്തുന്ന, എന്നെ ഭയപ്പെടണം, അല്ലെങ്കിൽ എന്നോട് ഞാൻ പറയുന്ന കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ ദൈവം നിങ്ങളോട് കോപിക്കും എന്ന് സ്വയമായി പ്രഖ്യാപിക്കുന്നവരെ സൂക്ഷിക്കേണ്ടതാണ്. നമ്മൾ ദൈവഭയത്തോടെ ജീവിക്കണം. അതെ, ദൈവദാസന്മാരെ നമ്മൾ ബഹുമാനിക്കണം. പക്ഷേ നമുക്ക് ഭയപ്പെടുവാൻ ദൈവത്തിൻ്റെ വചനം നമുക്ക് നൽകിയിട്ടുണ്ട്. വചനത്തിന് വിരുദ്ധമായതിനെ യാതൊന്നിനെയും നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ഈ ക്രിസ്തുവിൻ്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ നമ്മിൽ വസിക്കണം എന്ന് പൗലോസ് പറഞ്ഞിരിക്കുന്നു. വായിച്ചിട്ടുണ്ടോ? കൊലോസ്യർക്ക് ലേഖനം 3-ാം അധ്യായത്തിലാണ്. അതെ, കൊലോസ്യർക്ക് ലേഖനം 3-ാം അധ്യായത്തിൽ പറയുകയാണ്, വചനം അവിടെ മുറിഞ്ഞ് നമ്മൾ മനസ്സിലാക്കിയ പോരാ. അത് സകല ജ്ഞാനത്തോടും കൂടെ ഐശ്വര്യമായി നമ്മൾ വസിക്കണം. കൊലോസ്യർക്ക് ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യം: സങ്കീർത്തനങ്ങളാലും
കൊലോസ്യർ 3:16. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചും. പഠിപ്പിക്കുക, ബുദ്ധി ഉപദേശിക്കുക, ഇത് ക്രിസ്തീയ ജീവിതത്തിൽ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ന് ആത്മീയ ഗീതങ്ങളാൽ പ്രൈസ് ആൻഡ് വർഷിപ്പ്, ആരാധന ആരാധന ആരാധന, പഠനമില്ല, ബുദ്ധി ഉപദേശമില്ല, ഒരു ഇമോഷണൽ ക്രിസ്ത്യൻ ലൈഫ്, വികാര നിർഭരമായി, ഫീലിങ്സിനാണ് ഇമ്പോർട്ടൻ്റ്. ക്രിസ്തീയ ജീവിതത്തിൽ ഒന്നാമത്തേത് ഫാക്റ്റ്, രണ്ടാമത്തേത് ഫെയ്ത്ത്, മൂന്നാമത്തേതാണ് ഫീലിംഗ്. പക്ഷെ ഇന്ന് പലർക്കും ഒന്നാമത്തേത് ഫീലിംഗ്, രണ്ടാമത്തേത് വിശ്വാസം, ഫാക്റ്റ് എന്താണെന്ന് ചിന്തിക്കുന്നേയില്ല. സത്യം എന്താണെന്നറിഞ്ഞ് അവിടെ നിന്നാണ് ആരംഭം. ദൈവത്തിൻ്റെ വചനം എന്തു പറയുന്നു, ആ ഫാക്റ്റിനെ വിശ്വസിക്കുക. വിശ്വസിക്കുമ്പോൾ അനുഭവം ഉണ്ടായെന്ന് വരാം, ഇല്ല എന്ന് വരാം. പക്ഷേ നമുക്ക് അനുഭവം ഉണ്ടായാലും ഇല്ലെങ്കിലും ഫാക്റ്റാണ്. സത്യത്തിന് മാറ്റമില്ല. അതുകൊണ്ട് അനുഭൂതികളുടെ പിന്നാലെ പോകുന്നത് സൂക്ഷിക്കണം. നമ്മുടെ വികാരങ്ങളെ ഇളക്കിവിടുന്ന ശുശ്രൂഷകൾ ജാഗ്രതയോടുകൂടെ ആയിരിക്കണം. അത് ക്രിസ്തുവിൻ്റെ വചനം അത് ഐശ്വര്യമായി അവിടെ പറയണം, തമ്മിൽ പഠിപ്പിച്ചും. കൊലോസ്യർ 3:16 തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധിയുപദേശിച്ചും നന്ദിയോടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന് പാടിയും. ഹൃദയത്തിൽ നിന്ന് പാട്ട് വരണം. ഇങ്ങനെ ക്രിസ്തുവിൻ്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ നിങ്ങളിൽ വസിക്കട്ടെ. അതെ, ക്രിസ്തുവിൻ്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ വസിക്കണം. ഒരു വചനം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അതിൻ്റെ മുകളിലും താഴെയുമൊക്കെ എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കണം. ആ ഒരു വാക്യം മാത്രം എടുത്താൽ പോരാ, ആ വാക്യത്തിൻ്റെ ഒരു ഭാഗം മാത്രം എടുത്താൽ പോരാ, മുഴുവനും അത് ശ്രദ്ധിക്കേണ്ടതാണ്. ദൈവജനമായ ഇസ്രായേൽ ജനതയോട് പ്രവാചകന്മാരിലൂടെ ദൈവം സംസാരിച്ചു. അവർ അത് സീരിയസ് ആയിട്ട് എടുത്തില്ല. വളരെ ഡയറക്റ്റായിട്ടാണ് ദൈവത്തിൻ്റെ ആത്മാവ് ദൈവജനത്തോട് സംസാരിച്ചു കൊണ്ടിരുന്നത്. നോക്കാം, യെരമ്യാ പ്രവചനത്തിൽ നമ്മൾ അവിടെ വായിക്കുമ്പോൾ അതിൻ്റെ 5-ാം അധ്യായം 22 മുതലുള്ള വാക്യങ്ങൾ. യെരമ്യാ പ്രവചനം 5-ാം അധ്യായം അതിൻ്റെ 22 മുതലുള്ള വാക്യങ്ങൾ. യെരമ്യാ 5:22 നിങ്ങൾ എന്നെ ഭയപ്പെടുകയില്ലയോ, എൻ്റെ സന്നിധിയിൽ വിറയ്ക്കയില്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ കടലിന് കവിഞ്ഞുകൂടാതെ വണ്ണം നിത്യപ്രമാണമായി മണൽ അതിരാക്കി വച്ചിരിക്കുന്നു. തിരകൾ അലച്ചാലും സാധിക്കുകയില്ല, എത്ര തന്നെ ഇരച്ചാലും അതിർ കടക്കുകയില്ല. എന്നാൽ ഈ ജനത്തിനോ ശാഠ്യവും മത്സരവുമുള്ള ഒരു ഹൃദയമുണ്ട്. അവർ ശഠിച്ച് പൊയ്ക്കളഞ്ഞിരിക്കുന്നു. മുൻമഴയും പിന്മഴയും ഇങ്ങനെ നമുക്ക് അതത് സമയത്ത് വേണ്ടുന്ന മഴ തരികയും കൊയ്ത്തിനുള്ള കാലാവധി പാലിച്ചു തരികയും ചെയ്യുന്ന നമ്മുടെ ദൈവമായ യഹോവയെ നാം ഭയപ്പെടുക എന്ന് അവർ ഹൃദയത്തിൽ പറയുന്നില്ല. വാ കൊണ്ട് പറയുന്നുണ്ടാവും, പക്ഷെ ഹൃദയത്തിൽ ദൈവത്തെ ഭയപ്പെടണമെന്നുള്ള ചിന്തയില്ല. എന്നിട്ട് പറയാണ്, ഇവ മാറിപ്പോകാൻ നിങ്ങളുടെ അകൃത്യങ്ങളത്രേ കാരണം, നിങ്ങളുടെ പാപങ്ങളാൽ ഈ നന്മയ്ക്ക് മുടക്കം വന്നിരിക്കുന്നു. അപ്പോൾ ദൈവം നോക്കുന്നത് ഹൃദയത്തിൽ ദൈവഭയമുണ്ടോ. ഭയമുണ്ടെന്ന് അഭിനയിക്കുന്നതാണ് കപടഭക്തി എന്ന് പറയുന്നത്. നമുക്കറിയാം, യേശു കർത്താവ് തൻ്റെ ശുശ്രൂഷാ കാലഘട്ടത്തിൽ തൻ്റെ ശുശ്രൂഷയുടെ ഏകദേശം അവസാന ഭാഗമൊക്കെ ആയപ്പോൾ വളരെ ശക്തമായിട്ടാണ് അന്നത്തെ മത നേതാക്കന്മാരെ നോക്കി പറഞ്ഞത്, കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് കഷ്ടം, കപടഭക്തി.
ഞാൻ പലപ്പോഴും പറയാറുണ്ട്, യേശു ഒരിക്കലും പാപികളെ നിങ്ങൾക്ക് അയ്യോ കഷ്ടമെന്ന് പറഞ്ഞിട്ടില്ല. കാരണം അവൻ പാപിയായി ജീവിക്കുന്നു, സമൂഹത്തിൻ്റെ മുമ്പിൽ അവൻ പാപിയാണ്. പക്ഷേ സമൂഹത്തിൻ്റെ മുമ്പിൽ ഭക്തിയുടെ വേഷം ധരിച്ച് ഹൃദയത്തിൽ ദൈവഭയമില്ലാതെ ദൈവഭയമുണ്ടെന്ന് അഭിനയിക്കുന്ന, നമ്മുടെ ഭാഷയെ പറഞ്ഞ ഷോ കാണിക്കുന്ന അവസ്ഥയെ ദൈവം ഭയങ്കരമായി ശാസിക്കുകയാണ്. ഇന്ന് ദൈവത്തിൻ്റെ പേരിൽ എന്തെല്ലാം ഷോയാണ് കാണിച്ചു കൂട്ടുന്നതല്ലേ? പ്രത്യേകിച്ചും ക്രിസ്തു മതത്തിൽ ദൈവമക്കളെ നാം യഥാർത്ഥമായി, ആത്മാർത്ഥമായി, ഹൃദയംഗമായി നാം ദൈവത്തെ ഭയപ്പെടണം. ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കണം. എബ്രായർക്ക് ലേഖനം 4-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഒരു വാണിംഗ് നമുക്ക് തരികയാണ്. എബ്രായർക്ക് ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം: പ്രിയമുള്ളവരെ, അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കയാൽ നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ നാം ഭയപ്പെടുക. എന്താണ്? അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കയാൽ നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ നാം ഭയപ്പെടുക. അവരെ പോലെ നാമും ഒരു സദ്വർത്തമാനം കേട്ടവരാകുന്നു. എങ്കിലും കേട്ടവരിൽ വിശ്വാസമായി പരിണമിക്കായ്ക കൊണ്ട് കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല. ആരെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്? ഇസ്രായേൽ ജനത ഫറവോൻ്റെ അടിമത്വത്തിൽ 400 വർഷത്തിലധികം കഷ്ടപ്പെട്ട ജനതയെ മോശ മുഖാന്തരം പാലും തേനും ഒഴുകുന്ന കാനാൻ ദേശത്തേക്ക് അവിടുന്ന് പുറപ്പെടുവിച്ചു. അവിടെ മരുഭൂമി യാത്രയിൽ പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിസ്തംഭവും അവർക്ക് നൽകി. തീക്കൽ പാറയുന്ന വെള്ളം കൊടുത്തു, മന്ന കൊടുത്തു, കാടപ്പക്ഷി കൊടുത്തു. പക്ഷേ അവിടെ യാത്രയിൽ അവർ ദൈവത്തോട് മത്സരിച്ചു, പെറുപിറുത്തു. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ അവർ മറന്നു. അതുകൊണ്ട് ദൈവത്തിന് എന്തുണ്ടായി? 40 ആണ്ട് ആ തലമുറയോട് നീരസമുണ്ടായെന്നാണ് എഴുതിയിരിക്കുന്നത്. 40 ആണ്ട്. അപ്പോൾ ദൈവം കൊടുത്തതെല്ലാം സന്തോഷത്തോടെ കൊടുത്തതല്ല. വാഗ്ദത്തം കനാൻ ദേശമാണ്. അവിടത്തേക്കാണ് യാത്ര പുറപ്പെട്ടത്. ആ യാത്രയിൽ ആവശ്യമുള്ളതെല്ലാം ദൈവം നൽകിയെങ്കിലും ആ നൽകിയ നന്മകളിൽ തൃപ്തിപ്പെടാതെ പെറുപെറുത്ത് ദുർമോഹികളായി, ശാഠ്യമുള്ളവരായി ദൈവത്തെ മറന്നു. നമുക്കറിയാം, ഒടുവിൽ അവർ കാളക്കുട്ടിയെ ഉണ്ടാക്കിയവർ ആരാധിച്ചു. ഇതാണ് നമ്മെ വിടുവിച്ച ദൈവം എന്ന് പറയുന്ന രീതി. ആ പശ്ചാത്തലത്തിലാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എബ്രായർക്ക് ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം മുതൽ വായിച്ചു വരുമ്പോൾ നമുക്കറിയാം, ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മരുഭൂമിയിൽ വെച്ച് പരീക്ഷാ ദിവസത്തിൽ മത്സരത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. അവിടെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ പരീക്ഷിച്ചു, 40 ആണ്ട് എൻ്റെ പ്രവൃത്തികളെ കണ്ടിട്ടും എന്നെ ശോധന ചെയ്തു. അതുകൊണ്ട് എനിക്ക് ആ തലമുറയോട് നീരസമുണ്ടായി. അവർ എപ്പോഴും തെറ്റിപ്പോകുന്ന ഹൃദയമുള്ളവരെന്നും എൻ്റെ വഴികളെ അറിയാത്തവരെന്നും ഞാൻ പറഞ്ഞു. അവർ എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ല എന്ന് ഞാൻ എൻ്റെ ക്രോധത്തിൽ സത്യം ചെയ്തു. എപ്പോഴും തെറ്റിപ്പോകുന്ന ഹൃദയം. എത്ര പ്രാവശ്യം ദൈവത്തിൻ്റെ വചനം കേട്ടാലും, എത്ര പ്രാവശ്യം ദൈവത്തിൻ്റെ മുന്നറിയിപ്പുകൾ കേട്ടാലും പലപ്പോഴും നമ്മുടെ ഹൃദയം തെറ്റിപ്പോകുന്നില്ലേ? എന്നെ കൂടെ ചേർത്താണ് പറയുന്നത്. എന്തുകൊണ്ട് തെറ്റിപ്പോകുന്നു?
ദൈവത്തെ ഭയപ്പെടേണ്ടതുപോലെ ഭയപ്പെടാത്തത് കൊണ്ട് തന്നെയാണ്. നാം ഭയപ്പെടുന്ന കാര്യങ്ങളെ നമ്മൾ ഭയപ്പെടും, പക്ഷേ ദൈവത്തെ ഭയപ്പെടേണ്ടതിൻ്റെ സീരിയസ്നെസ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നില്ല. അതുകൊണ്ടാണ് അവിടെ മുന്നറിയിപ്പ് പറയുന്നത്. 13-ാം വാക്യം, എബ്രായർ 3:13, സഹോദരന്മാരെ, ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങൾ ആർക്കും ഉണ്ടാകാതിരിപ്പാൻ നോക്കുവിൻ. എങ്ങനെയാണ് ഈ അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം ഉണ്ടാകുന്നത്? തൊട്ടടുത്ത വാക്യത്തിൽ പറയുക, നിങ്ങളാരും പാപത്തിൻ്റെ ചതിയിൽ കഠിനപ്പെടാതിരിക്കേണ്ടതിന് ഇന്ന് എന്ന് പറയുന്നിടത്തോളം നാൾതോറും അന്യോന്യം പ്രബോധിച്ചു കൊള്ളുവിൻ. പാപം നമ്മെ ചതിക്കുന്നതാണ്. എന്തുകൊണ്ട്? ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വിരുദ്ധമായി സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കുമ്പോൾ ദൈവം ഉടനെ ശിക്ഷിക്കുന്നില്ല. കാരണം ഇത് കൃപായുഗമാണ്. 2000 വർഷം കൊണ്ട് അതെ, ദൈവം പലതിനും ഉടനെ ശിക്ഷിക്കുന്നില്ല. തൻ്റെ മക്കളെ ചിലപ്പോൾ ശാസിക്കും, ശിക്ഷിക്കും. അതാണ് പറഞ്ഞത്, അപ്പൻ തല്ലാത്ത മകൻ എവിടെയുണ്ട്, അപ്പൻ ശാസിക്കാത്ത മകൻ എവിടെയുണ്ട്. തൻ്റെ മക്കളെ ദൈവം ശാസിക്കുന്നു, ശിക്ഷിക്കുന്നു. പക്ഷേ അല്ലാതെ നമ്മൾ നോക്കുമ്പോൾ ദൈവം മിണ്ടാതിരിക്കുന്നു, ദൈവം ഉണ്ടോ എന്ന് തന്നെ പലർക്കും സംശയമാണ്. അങ്ങനെ വരുമ്പോൾ പാപത്തിൻ്റെ ചതിയിൽ ഹൃദയം കഠിനപ്പെടുകയാണ്. പിശാച് ചതിക്കുന്നവനും, ഞാൻ എൻ്റെ ഇഷ്ടം പോലെ ജീവിച്ചിട്ടും ഒന്നും എനിക്ക് സംഭവിച്ചില്ലല്ലോ എന്ന് പറയുന്ന നിലയിലേക്ക് ഹൃദയം മാറും. അപ്പോൾ പാപത്തിൻ്റെ ചതിയിൽ ഹൃദയം കഠിനപ്പെടാതിരിപ്പാൻ അന്യോന്യം നാൾതോറും പ്രബോധിപ്പിക്കണം. അന്യോന്യം നാൾതോറും പ്രബോധിപ്പിക്കണം. ആഴ്ചയിലൊരിക്കൽ പോരാ, ഡെയിലി അതേ ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുവാനുള്ള പ്രബോധനം വേണം. അടുത്ത് പിന്നെ അവരോട് പറയുകയാണ്, ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മത്സരത്തിലെന്ന പോലെ നിങ്ങളുടെ ഹൃദയങ്ങളെ കഠിനമാക്കരുത് എന്ന് പറയുന്നതിൽ ആരാകുന്നു കേട്ടിട്ട് മത്സരിച്ചവർ? മിസ്രയീമിൽ നിന്ന് മോശ മുഖാന്തരം പുറപ്പെട്ടു വന്നവർ എല്ലാവരുമല്ലോ. 40 ആണ്ട് ആരോട് ക്രുദ്ധിച്ചു? പാപം ചെയ്തവരോടല്ലോ. അവിടെ ശവങ്ങൾ മരുഭൂമിയിൽ വീണുപോയി. എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കാല്ല എന്ന് ആണയിട്ടത് അനുസരണം കെട്ടവരോടല്ലാതെ പിന്നെ ആരോടാകുന്നു? ഇങ്ങനെ അവിശ്വാസ നിമിത്തം അവർക്ക് വാഗ്ദത്ത നാട്ടിൽ പ്രവേശിപ്പാനായി കഴിഞ്ഞില്ല. പുറപ്പെട്ട തലമുറയിൽ യോശുവയും കാലേബും ഒഴികെ മറ്റുള്ള എല്ലാവരും മരുഭൂമിയിൽ മരിച്ചു വീണു. ദൈവത്തിൻ്റെ ശബ്ദം കേട്ടിട്ടും അവരുടെ ഹൃദയം കഠിനപ്പെട്ടുപോയി. ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുതെന്ന് പറയുന്നതിൽ ആരാകുന്നു ദൈവശബ്ദം കേട്ടിട്ട് ഹൃദയം കഠിനപ്പെട്ടു? ഞാനിങ്ങനെ ചെയ്യും, ദൈവശബ്ദം കേട്ടാൽ ഹൃദയം കഠിനപ്പെടുമോ? ദൈവം സംസാരിക്കുമ്പോൾ ഹൃദയം കഠിനപ്പെടുമോ? കഠിനപ്പെടാൻ സാധ്യതയുണ്ട്. അത്രമാത്രം ശക്തിയോടെയാണ് പിശാച് മനുഷ്യനെ വഞ്ചിക്കുന്നത് എന്ന് നമ്മൾ അറിയാതെ പോകരുത്. അതുകൊണ്ട് അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തമാണ്. നമ്മൾ അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിച്ചിട്ടില്ല. ആ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കയാൽ നമ്മിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ നാം ദൈവത്തെ ഭയപ്പെടേണ്ടതാണ്. നോഹയോട് അതുവരെ സംഭവിക്കാത്ത ഒരു കാര്യത്തെക്കുറിച്ച് അരുളപ്പാടുണ്ടായി. നോഹയോട് പെട്ടകം പണിയാനായിട്ട് ആവശ്യപ്പെട്ടു. അതിനെക്കുറിച്ച് എബ്രായർക്ക് ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്, എബ്രായർക്ക് ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം, വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെക്കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് ഭയഭക്തി പൂണ്ട് തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായി ഒരു പെട്ടകം പണിതു. അതിനാൽ അവൻ ലോകത്തെ കുറ്റം വിധിച്ച് വിശ്വാസത്താലുള്ള നീതിക്ക് അവകാശിയായി തീർന്നു. നോഹ പെട്ടകം പണിതത് ദൈവത്തെ ഭയപ്പെട്ടിട്ടാണ്.
അതുവരെ സംഭവിക്കാത്തൊരു കാര്യം ദൈവം അരുളപ്പാട് നൽകുകയാണ്. എല്ലാവരും പരിഹസിച്ചിരിക്കും. കാരണം നോഹയുടെ തലമുറയിൽ നോഹ മാത്രമാണ് നീതിമാൻ. നോഹയ്ക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു എന്നാണ് നമ്മൾ ഉൽപ്പത്തിയിൽ വായിക്കുന്നത്. നോക്കുക, ബാക്കിയുള്ളവരെല്ലാം പണിയൊക്കെ ചെയ്തു. പെട്ടകം പണിയാൻ നോഹയ്ക്ക് മാത്രം പറ്റത്തില്ല, അതിന് കാർപ്പൻ്ററൊക്കെ വേണം. ബാക്കി ഒരുപാട് പേര് സഹായിച്ചാലേ പറ്റത്തുള്ളൂ. അവരെല്ലാം ചെയ്തെങ്കിലും അവരാരും ആ പെട്ടകത്തിൽ കയറിയില്ല എന്നുള്ളത് നമുക്കറിയാം. 120 വർഷം നോഹ പ്രസംഗിച്ചു, ആരും ആ പെട്ടകത്തിൽ കയറിയില്ല. പക്ഷെ നോഹ ദൈവത്തെ ഭയപ്പെട്ടു. നോഹയുടെ കാലം പോലെ, ലോത്തിൻ്റെ കാലം പോലെ ആകും. നമ്മുടെ ചുറ്റും ദൈവം അനുഗ്രഹിച്ചു എന്ന് പറയുന്ന ഒരുപാട് പേര് കാണും. പക്ഷേ ദൈവഭയമുള്ളവർ എത്ര പേരുണ്ട്? നമ്മുടെ ദൈവഭയം കണ്ട് മറ്റുള്ളവർ ദൈവത്തെ ഭയപ്പെടാൻ. നമുക്കറിയാം, കുടുംബങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അപ്പോസ്തലനായ പത്രോസ്, രക്ഷിക്കപ്പെടാത്ത ഭർത്താവുണ്ടെങ്കിൽ ആ കുടുംബത്തെക്കുറിച്ച് പറയുമ്പോൾ പത്രോസ് പറയുന്ന ഒരു പ്രത്യേക പദപ്രയോഗമുണ്ട്. 1 പത്രോസ് 3-ാം അധ്യായത്തിൽ വരുമ്പോൾ, ഹല്ലേലൂയ, ഭാര്യമാരെ, 1 പത്രോസ് 3:1, ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിപ്പീൻ. അവർ വല്ലവരും വചനം അനുസരിക്കാത്ത പക്ഷം ഭയത്തോടുകൂടിയ എന്ന് പറഞ്ഞാൽ ദൈവഭയത്തോടു കൂടിയ നിങ്ങളുടെ നിർമ്മലമായ നടപ്പ് കണ്ടറിഞ്ഞ് വചനം കൂടാതെ ഭാര്യമാരുടെ നടപ്പിനാൽ അവർ ദൈവഭാഗത്തേക്ക് ചേർന്ന് വരുവാൻ ഇടയാകും. പത്രോസിന് ഭാര്യ ഉണ്ടായിരുന്നല്ലോ. പത്രോസിൻ്റെ അമ്മാവിയമ്മയാണ് പനിയായി കിടന്നത്. താനൊരു കുടുംബസ്ഥനായിരുന്നു. അപ്പോൾ താൻ തൻ്റെ പ്രാക്ടിക്കൽ അനുഭവത്തിൽ പറയുകയാണ്, അതെ, ഭാര്യമാരുടെ ദൈവഭയത്തോടു കൂടിയ വിശുദ്ധ ജീവിതം അത് കണ്ടറിഞ്ഞ് ഭർത്താക്കന്മാർ ദൈവ സ്നേഹത്തിലേക്ക്, ദൈവഭയത്തിലേക്ക് മടങ്ങി വരുവാൻ ഇടയാകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ലോകം ഇളകി മറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒരിടത്തും സ്വസ്ഥതയില്ല, സമാധാനമില്ല. വല്ലാത്ത സംഭവങ്ങൾ ഡെയിലി നമ്മൾ മീഡിയാസിൽ കാണുകയും കേൾക്കുകയും ചെയ്യുന്നു. ഒരുപക്ഷെ ഞാനിതൊക്കെ പറയുമ്പോൾ പലരും മീഡിയാസ് ഒന്നും നോക്കുന്നില്ല എന്നുള്ളതാണ് കാര്യം. പത്രം പോലും നോക്കാത്ത ഒരുപാട് പേരുണ്ട്. സമയമില്ല. ഞാൻ കൊച്ചു കൂട്ടായ്മകളിലൊക്കെ അത് ഡെയിലി നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ അവർ അറിഞ്ഞിട്ട് പോലും ഇല്ല. ഈ ലോകത്തിൽ നടക്കുന്നത് എന്തെന്ന് അവർ അറിയുന്നില്ല. അതറിയാൻ അവർ താല്പര്യപ്പെടുന്നില്ല. പക്ഷേ ദൈവത്തെ ഭയപ്പെടുന്നൊരു വ്യക്തി, ദൈവവചനത്തെ സ്നേഹിക്കുന്നൊരു വ്യക്തി ലോകത്ത് എന്ത് നടക്കുന്നു എന്നറിയും. കാരണം നമ്മളാണ് കാലത്തെ അറിയുന്നത്. ഇത് ദുഷ്കാലമാണെന്ന് നമുക്കേ അറിയാവൂ. ഇത് മിക്കവാറും എല്ലാവർക്കും ഇത് നല്ല കാലമൊക്കെയാണ്. പക്ഷെ ദൈവമക്കൾക്കറിയാം ഇത് ദുഷ്കാലമാണ്, ഇത് അന്ത്യകാലമാണ്. ഈ അന്ത്യകാലത്തിൽ എപ്രകാരം ജീവിക്കണമെന്നുള്ളത് ദൈവമക്കളായ നമുക്ക് മാത്രമേ വെളിപ്പെടുത്തി തന്നിട്ടുള്ളൂ. കാലങ്ങളെയും സമയങ്ങളെയും കുറിച്ച് നിങ്ങൾക്ക് എഴുതി അറിയിപ്പാൻ ആവശ്യമില്ല, നിങ്ങൾ തന്നെ നന്നായി അറിയുന്നല്ലോ എന്നാണ് പരിശുദ്ധാത്മാവ് തിരുവചനത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് ഈ വിഷയം കൈകാര്യം ചെയ്യാനായി പറയുമ്പോൾ ഒടുവിലായി ഒരു വാക്കും കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. എബ്രായർക്ക് ലേഖനം അതിൻ്റെ 12:28, എബ്രായർ 12:28, ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട്, പ്രാപിച്ചതുകൊണ്ടല്ല, പ്രാപിക്കുന്നത് കൊണ്ട് നാം നന്ദിയോടെ ജീവിക്കണം. നന്ദി പറയണം. കർത്താവേ, എൻ്റെ മാംസ കണ്ണുകൾക്ക് മറഞ്ഞിരിക്കുന്ന അങ്ങേ സ്നേഹിക്കുവാൻ, അങ്ങേ അറിയുവാൻ, അങ്ങേ അനുസരിക്കുവാൻ അവിടുത്തെ കൃപയാൽ എന്നെ തിരഞ്ഞെടുത്തതിനായി നന്ദി അപ്പ, നന്ദി. ഇരുട്ടിൻ്റെ അധികാരത്തിൽ തന്നെ അത്ഭുത പ്രകാശത്തിലേക്ക് കൊണ്ടുവന്നതിനായി നന്ദി. സാത്താൻ്റെ രാജ്യത്തിൽ നിന്ന് എന്നെ ദൈവരാജ്യത്തിലേക്ക് ആക്കി വെച്ചതിനായി നന്ദി.
എൻ്റെ ജീവിതത്തിന് ലക്ഷ്യബോധം നൽകിയതിനായി നന്ദി. ഇളകാത്ത രാജ്യം പ്രാപിക്കേണ്ടതിനായി അവിടെ തന്നെ തിരഞ്ഞെടുത്തതിനായി നന്ദി. അങ്ങനെ നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം പെരുമാറി ഭക്തിയോടും ഭയത്തോടും കൂടെ സേവ ചെയ്യുക. നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ. ഇളകാത്ത ഒരു രാജ്യം പ്രാപിക്കുവാനായി നാം വിളിക്കപ്പെട്ടവരാണ്. ഇവിടെയെല്ലാം ഇളകി മറിയുന്നത് കൊണ്ട് നാമും ഇളകി മറിയരുത്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. വീണ്ടും കർത്താവ് അതിനു മുമ്പേ പറഞ്ഞിട്ടുണ്ട്, യോഹന്നാൻ 14:27, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്നത് പോലെ അല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ഭ്രമിക്കുകയും അരുത്. യുവമക്കളെ, ലോകം മുഴുവനും ഇളകി മറിഞ്ഞ് സമാധാനമില്ല, സ്വസ്ഥതയില്ല, എന്തിന് ജീവിക്കണമെന്ന് അറിയത്തില്ല, മരിച്ചാൽ മതി, അല്ലെങ്കിൽ മരിക്കുന്നവരെ എങ്ങനെയും ജീവിക്കുക എന്ന് ഉള്ള ഒരു ചിന്താഗതിയിൽ ലോകം പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ, യുവമക്കൾ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ, യുവമക്കൾക്ക് ആരെയും പേടിയില്ല, ആരെയും പേടിയില്ല. മനുഷ്യനെ പേടിയില്ല, മാതാപിതാക്കളെ പേടിയില്ല, ദൈവത്തെയും പേടിയില്ല. പേടിയില്ലാത്തൊരു തലമുറ. ഇവിടെയാണ് ദൈവഭയത്തിൻ്റെ മഹത്വം നമ്മിലൂടെ ദൈവം വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. ഇളകാത്ത രാജ്യം പ്രാപിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് നാം. നന്ദിയോടെ ജീവിക്കണം. നമ്മൾ വാ തുറന്ന ദൈവത്തിന് നന്ദി പറയണം, നന്ദി പറയണം. മറ്റുള്ളവർ അത് കേൾക്കുമ്പോൾ ചിലപ്പോൾ പരിഹസിച്ചെന്ന് വരാം, അത് നമ്മെ ശ്രദ്ധിച്ചു എന്ന് വരാം. കുഴപ്പമില്ല, അവർ കളിയാക്കട്ടെ. അവരാ അനുഭവത്തിൽ വന്നിട്ടില്ല. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞത് ചിലപ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ഉറങ്ങുന്നവനെ, മരിച്ചവരുടെ എഴുന്നേൽക്ക, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. മരിച്ചവരുടെ കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ മരിച്ചവരുടെ കൂട്ടത്തിലേ എണ്ണത്തുള്ളൂ. ജീവനുള്ളത് ചലിക്കും. ജീവനുള്ളതൊക്കെ യഹോവയെ സ്തുതിക്കട്ടെ. സ്തോത്രം പറഞ്ഞ് നന്ദി പറഞ്ഞ് മറ്റുള്ളൊരു വ്യത്യസ്തനായി, എനിക്കൊരു ജീവൻ ദൈവം തന്നു, എനിക്കത് അടക്കി വയ്ക്കാൻ പറ്റത്തില്ല. ഒരു ജീവനുണ്ട്, അവൻ എനിക്ക് ജീവൻ തന്നു, എനിക്ക് ദൈവത്തെ സ്തുതിക്കാതിരിക്കാൻ പറ്റത്തില്ല, ദൈവത്തിന് നന്ദി പറയാതിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ആത്മാവിലെയും ജഡത്തിലെയും കൺവശങ്ങൾ നീക്കി വിശുദ്ധിയോടെ, ദൈവഭയത്തോടെ വിശുദ്ധിയെ തികയ്ക്കുവാൻ ഞാൻ വിളിക്കപ്പെട്ടവനാണ്. ആ ഒരു വിളി എനിക്ക് ദൈവം തന്നത്, എന്നെ വിളിച്ചതിനായി സ്തോത്രം. അങ്ങനെ ഉറപ്പോടെ ധൈര്യത്തോടെ മുന്നേറുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ആമേൻ.